അങ്ങ് പറഞ്ഞല്ലോ മകനെ കാണാൻ പോകുന്ന മാനസികാവസ്ഥയാണ് എന്ന്. എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ദൂരെയുള്ള മക്കളെ കാണാൻ പോകുമ്പോൾ അച്ഛനമ്മമാരുടെ മനസ്സ് അവരെ കാണുന്ന മാത്രയിൽ നിറയാറുണ്ട്. കണ്ണ് നിറയുമോ? കണ്ണ് നിറയുക എന്നല്ല, ഒരു സന്തോഷം, അങ്ങേറ്റത്തെ സന്തോഷമായിരിക്കും ആ സമയത്ത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിനെ വല്ലാതെ ആകർഷിച്ചു എന്ന് തന്നെ പറയാം, സ്പർശിച്ചു എന്ന് തന്നെ പറയാം. മകനെ കാണാൻ പോകുന്ന അച്ഛൻ്റെ ഭാവമായിരിക്കും ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം പോകുന്ന രാജപ്രതിനിധിയുടെ മനസ്സ് എന്ന്. എന്തൊക്കെയായാലും ശരി, സ്വന്തം മക്കളെ ഒരുപാട് കാലം കാണാതിരുന്ന് കാണുന്ന ഒരു അച്ഛൻ്റെ മനസ്സ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആ ഒരു കാത്തിരിപ്പിലാണ് അദ്ദേഹം. തിരുവാഭരണ ഘോഷയാത്രയിൽ രാജപ്രതിനിധി അനുഗമിക്കാറുണ്ട്. ഉടവാളേന്തി നീങ്ങുന്ന രാജപ്രതിനിധി ഓരോ കൊല്ലവും ഓരോ വ്യക്തികൾക്കാണ്, രാജകുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കാണ് ആ നിയോഗം ലഭിക്കുക. ഇത്തവണ തൃക്കേട്ടനാൾ രാജരാജവർമ്മ എന്ന അദ്ദേഹമാണിപ്പോൾ ഞങ്ങളോടൊപ്പമുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഈ നിയോഗം അങ്ങയിൽ വന്ന് ഭവിച്ചതിനെ എങ്ങനെയാണ് കാണുന്നത്? സ്വാമി ശരണം. ഇതൊരു വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ പന്തളത്ത് കൊട്ടാരത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഭാഗ്യം കിട്ടിയത്. കാരണം 2 വർഷം ഇപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല. അശുദ്ധി കാരണം ധാരാളം 300-ലധികം മെമ്പേഴ്സുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് 90 വയസ്സ് കഴിഞ്ഞവർ തന്നെ ഉണ്ട്, 4-5 പേര്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ, വയസ്സായ ആൾക്കാർ, ക്രിട്ടിക്കൽ 1-2 പേര് സുഖമില്ലാതെ ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിശ്ചയങ്ങളാണ്. ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും പോകാൻ പറ്റും. അല്ലാണ്ട് അതിനപ്പുറത്തായിട്ട് വേറൊന്നുമില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ വർഷം പോകാൻ പറ്റുന്നതാണ് പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ വ്രതം നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം നോക്കൽ എന്നുള്ള ഇതിനേക്കാളും മകനെ കാണാൻ പോകുന്ന ഒരു അച്ഛൻ്റെ ഒരു ഭാവത്തോടെ കൂടിയാണ് വന്നത്. എന്നാൽ തന്നെ അയ്യപ്പൻ്റെ വളർത്തച്ഛനായിരുന്ന നമ്മുടെ പൂർവികർ, അവർ ശിവഭക്തരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ശിവൻ്റെ വലിയ ഭക്തനായിരുന്നു. അപ്പോൾ മകനെ കാണാൻ പോകുന്ന ഒരു അച്ഛൻ്റെ ആ ഒരു മാനസികാവസ്ഥയാണ് ശരിക്കും. അവിടെ ചെല്ലുമ്പം നമുക്ക് നേരെ നിന്ന് തൊഴാൻ പറ്റില്ല. രാജപ്രതിനിധിക്ക് അമ്പലത്തിൽ നടയിൽ നേരെ നിന്ന് തൊഴാൻ പാടില്ല, സൈഡിൽ നിന്നിട്ടാണ് തൊഴുന്നത്. നേരെ ചെന്ന് കഴിഞ്ഞാൽ അയ്യപ്പൻ എണീക്കും എന്നാണ് ഒരു സങ്കല്പം. അച്ഛനെ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ഒരാളെ കാണുമ്പം എഴുന്നേക്കും എന്നുള്ള ആ ഒരു സങ്കല്പമാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാജപ്രതിനിധിയായിട്ട് ചെല്ലുന്ന ആളെ 18-ാം പടിയുടെ താഴെ വെച്ച് മേശാന്തിയും തന്ത്രിയൊക്കെ വന്നിട്ട് അവർ കാല് കഴുകി മാല ഇടിച്ച് ഒക്കെയാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്, മഹാഭാഗ്യം. അങ്ങ് പറഞ്ഞല്ലോ മകനെ കാണാൻ പോകുന്ന മാനസികാവസ്ഥയാണ് എന്ന്. എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ദൂരെയുള്ള മക്കളെ കാണാൻ പോകുമ്പോൾ അച്ഛനമ്മമാരുടെ മനസ്സ് അവരെ കാണുന്ന മാത്രയിൽ നിറയാറുണ്ട്. കണ്ണ് നിറയുമോ? കണ്ണ് നിറയുക എന്നല്ല, ഒരു സന്തോഷം, അങ്ങേറ്റത്തെ സന്തോഷമായിരിക്കും ആ സമയത്ത്. അവിടെ പോയിട്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വൃശ്ചികം 1 മുതൽ 12 ദിവസം ഇവിടെ കുളിച്ച് തൊഴുവാനായിട്ട് വരും. പിന്നെ ധനു 28-നോട് അടുപ്പിച്ചൊരു 12 ദിവസം കുളിച്ച് തൊഴുകൽ ഇവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കുളിച്ച് തൊഴും. അല്ലാണ്ട് എല്ലാ ദിവസവും തന്നെ ആണെങ്കിലും നമ്മൾ പൂജാമുറിയിൽ എല്ലാ ഭഗവാന്മാരെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അയ്യപ്പൻ നമ്മുടെ സ്വന്തം കുടുംബ ബന്ധുവാണെന്നുള്ള ആ രീതിയിൽ നമുക്ക് ആ ഒരു ഭക്തി കൂടുതൽ ഉണ്ടാവും. പിന്നെ മധുര മീനാക്ഷിയാണ് നമ്മുടെ അതെ. അപ്പോൾ ആ ഒരു ഇവിടെ തന്നെ തേവാരമുണ്ട്, മധുര മീനാക്ഷിയുടെ തേവാരമുണ്ട്. അപ്പം തേവാരങ്ങളിലും രാവിലെ കുളിച്ച് അമ്പലത്തിലും തിരുവാഭരണത്തിൻ്റെ അവിടെയും പിന്നെ 2 തേവാരങ്ങളുണ്ട്. 2 തേവാരങ്ങളിലുമൊക്കെ കുളിച്ച് തൊഴുത് ശേഷമേ വെള്ളം പോലും കുടിക്കുകയുള്ളൂ. അതായത് ഇതുപോലെയാണ് ഞങ്ങളുടെ
എന്തായാലും ഇതൊരു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു എന്ന് തന്നെ പറയാം, സ്പർശിച്ചു എന്ന് തന്നെ പറയാം. മകനെ കാണാൻ പോകുന്ന അച്ഛൻ്റെ ഭാവമായിരിക്കും ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം പോകുന്ന രാജപ്രതിനിധിയുടെ മനസ്സ് എന്ന്. എന്തൊക്കെയായാലും ശരി, സ്വന്തം മക്കളെ ഒരുപാട് കാലം കാണാതിരുന്ന് കാണുന്ന ഒരു അച്ഛൻ്റെ മനസ്സ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആ ഒരു കാത്തിരിപ്പിലാണ് അദ്ദേഹം. ഈ വർഷം ആ കാത്തിരിപ്പ് സഫലമാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം, പ്രാർത്ഥിക്കാം. തിരുവാഭരണം, ശ്രീ അയ്യപ്പൻ, ശബരിമല, ഇതൊക്കെ വെറും സങ്കല്പങ്ങളോ വിശ്വാസങ്ങളോ മാത്രമല്ല. ഒരു കുടുംബം പരമ്പരാഗതമായി ആചാരങ്ങളിലൂടെ ജീവിച്ച് കൊണ്ടുപോകുന്ന ചില വിശ്വാസങ്ങളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ വിശ്വാസമായി മാറുന്നു, ഒരു സംസ്ഥാനത്തിൻ്റെ വിശ്വാസമായി മാറുന്നു. അതിലുപരി ലോകത്തെല്ലായിടത്തുമുള്ള ഹൈന്ദവരുടെ ഒരു വികാരമായി മാറുന്നത്, അയ്യപ്പൻ വികാരമായി മാറുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തായാലും ഈ പന്തളത്തിൻ്റെ ഈ മണ്ണിൽ വന്നു നിൽക്കുമ്പോൾ ആ ഒരു എനർജി ഞങ്ങളിലേക്കും നിറയുന്നുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്.